ഇപ്പോൾ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് വരാൻ പോകുന്നു. ശമ്പളത്തെ ഓർത്തുള്ള സ്ട്രെസ് അങ്ങ് മാറും. പിന്നെ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് പല ഡിപ്പോകളിലും വേക്കൻസി ഒഴിഞ്ഞു കിടപ്പുണ്ട്. ചിലയിടത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പമ്പ് ഓപ്പറേറ്റർ, അപ്പോൾ ഒരു ശുപാർശയുടെ പുറത്തൊരു പമ്പ് ഓപ്പറേറ്ററെ ചടയമംഗലത്ത് നിയമിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ 2 പമ്പ് ഓപ്പറേറ്റർ ഇരിപ്പുണ്ട്. അത് അവസാനിപ്പിക്കണം. അത്തരം പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഡ്രൈവർമാരുടെ കുറവ്, കണ്ടക്ടറുടെ കുറവ്, മെക്കാനിക്കിൻ്റെ കുറവ്, ഇതെല്ലാം KSRTCയുടെ CMD ഒരു വളരെയധികം ചർച്ചകൾക്ക് ശേഷം ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട്. ആ വേക്കൻസികളിലേക്ക് മാത്രമേ ഇനി ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ. ദയവ് ചെയ്ത് ട്രാൻസ്ഫറിന് എൻ്റെ അടുത്താരും വരരുത്. ഈ ഒരു വേക്കൻസിയിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേക്കൻസി ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ വണ്ടികൾ കറക്റ്റായിട്ട് ഓടും, മെക്കാനിക്കുകൾ കറക്റ്റായിട്ട്. അതുപോലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലും ഈ വേക്കൻസി ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ വരികയാണ്. ഒരു കമ്പ്യൂട്ടറിന് ഒരാളെന്നുള്ള നിലയിലേക്ക് വിന്യസിക്കും. അധികമുള്ള ആളുകളെ മറ്റ് സ്ഥലങ്ങളിൽ മാറ്റി വിന്യസിക്കും. ഇതെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായ പഠനത്തിനപ്പുറത്തേക്ക് നമ്മൾ മാനുവലായിട്ട് തന്നെ പഠിക്കുകയാണ്. അല്ലാതെ ഈ ശാസ്ത്രീയ പഠനം എപ്പോഴും തെറ്റിപ്പോകും. ഇത് മാനുവലായിട്ട് ഓരോ വേക്കൻസിയും 1, 2, 3 എണ്ണി എടുക്കുകയാണ്. ആ എണ്ണി എടുത്തിട്ട് ആളെ വയ്ക്കാൻ പോകണം. അതിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് CMDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പിന്നെ ബദലിക്കാരുടെ കാര്യം ചിന്തിക്കത്തുള്ളൂ. പെർമനൻറ്റ് സ്റ്റാഫ്, അതായത് കണ്ടക്ടർ പോയിട്ട് വേറെ ജോലികൾ ചെയ്യാം. അതായത് വണ്ടികൾ സമയത്ത് വരുന്നുണ്ടോ എന്ന് പോകുന്നോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവാനായ ഒരു കണ്ടക്ടർ ഇരിക്കുക. ആരോഗ്യവാന, അതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ട് ലൈറ്റ് ഡ്യൂട്ടി കൊടുത്ത ആളുകളുണ്ട്. അവരായിരിക്കും അത്തരം ജോലികൾ ഇനി ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഈ വെറുതെ ഇരുന്നുള്ള പണി ഇല്ല. ആരോഗ്യമുള്ള എല്ലാവരും ഫീൽഡിലേക്ക് പോയിട്ട് അതർ ഡ്യൂട്ടി അവസാനിപ്പിക്കുക. KSRTCയുടെ മീഡിയ വിങ്ങിലും ജോലി ചെയ്യുന്ന 3 പേര്, അത് കൂടാതെ KSRTC CMDയുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെയും ഓഫീസിലിരിക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാ അതർ ഡ്യൂട്ടിയും അവസാനിപ്പിച്ചിരിക്കുന്നു. കർശനമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് നടപ്പിലാവുന്നുണ്ടോ എന്ന് മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് നോക്കും. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ഒരു അതർ ഡ്യൂട്ടി അനുവദിക്കില്ല.